ഒരിക്കലും കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത എത്താനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ട് റഷ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ടാറ്റസ്ഥാൻ പ്രസിഡന്റ് റുസ്തം മിനിഖാനോവിൻ പറയുന്നത് എത്രയും പെട്ടെന്ന് തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടിയന്തരമായി ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾ അതിനുവേണ്ടി സജ്ജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും റഷ്യയുടെ തിരിച്ചടി ഉക്രൈന് നേരെ ആയിരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇന്നലെ മുതൽ തന്നെ റഷ്യ ഉക്രൈനെതിരെ വലിയ രീതിയിൽ തന്നെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഒരുപക്ഷെ റഷ്യയുടെ തിരിച്ചടി പോളണ്ടിനോ ബ്രിട്ടനോ നേരെ ആയിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബ്രിട്ടനെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു പുടിൻ സംസാരിച്ചത്. ഏറെയും തങ്ങളുടെ സൂപ്പർസോണിക് വിമാനങ്ങളും മിസൈലുകളുമെല്ലാം ബ്രിട്ടനിൽ പതിക്കുമെന്ന് ബ്രിട്ടൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ മിസൈൽ എവിടെയൊക്കെ പതിക്കുമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ആയിരുന്നു പുടിൻ്റെ പ്രസ്താവന. വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഏതായാലും പാശ്ചാത്യ ആയുധങ്ങൾ റഷ്യക്കെതിരെ ഉക്രൈൻ വ്യാപകമായി ഉപയോഗിക്കുന്നതിന് പിന്നിൽ അമേരിക്കയും ബ്രിട്ടനുമാണ് എന്നുള്ള കാര്യത്തിൽ റഷ്യ സംശയമില്ലാതെ തന്നെ അവരുടെ പ്രസ്താവനകൾ നിരന്തരം അത്തരത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പോളണ്ടിന് പലവട്ടം പുടിൻ വാണിംഗ് നൽകിയിരുന്നതാണ് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യരുത് എന്ന്. കാരണം പോളണ്ട് റഷ്യയുമായി ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്, ഉക്രൈനുമായി ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോളണ്ടിൻ്റെ ഈ അതിർത്തികളിലുടനീളം US അമേരിക്ക സൈനിക താവളങ്ങളും മറ്റും നിർമ്മിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു മുൻപ് റഷ്യ പ്രതിഷേധവുമായി എത്തിയത്. ഏതായാലും ഒരു വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും. കാരണം റഷ്യയെ സംബന്ധിച്ച് അവരുടെ നഗരങ്ങളിൽ ഈ അമേരിക്കയിൽ നടന്നതുപോലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം പോലെ ഒരു വലിയ ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായി ഒരു വൻ ശക്തി എന്ന നിലയിൽ റഷ്യയുടെ തിരിച്ചടി ഭയാനകം തന്നെയാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.